നമസ്കാരം. സാധാരണക്കാരടക്കം ഉപയോഗിക്കുന്ന UPI ഇടപാടുണ്ടല്ലോ. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ അതേപോലുള്ള പരിപാടികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ പണമിടപാട് നടത്താറുണ്ടല്ലോ. അപ്പോൾ അത്തരം ഇടപാടുകൾക്ക് നികുതി ഏർപ്പെടുത്താനായിട്ട് കേന്ദ്ര സർക്കാർ മുതിരുന്നു എന്ന തരത്തിൽ വലിയ ഒരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ അഭ്യൂഹങ്ങളും ഇപ്പോൾ പിറക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു വ്യക്തത വരുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിലവിൽ UPI ഇടപാടുകൾക്ക് MDR ചുമത്താൻ കേന്ദ്ര സർക്കാരിന് നിയമപരമായ അനുമതി നൽകുന്ന ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻമെൻറ്റ് ബിൽ 2026 ലോക്സഭ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ 2020 ജനുവരി മുതൽ നിലവിലുണ്ടായിരുന്ന 0 MDR നയത്തിൽ മാറ്റം വരുത്താനാണ് ഇതോടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ MDR എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഇതാണ്: മെർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി അതെന്താണെന്ന് ചോദിച്ചാൽ, ഡിജിറ്റൽ പണമിടപാടുകൾക്ക് അത് ഒന്നെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ, നമ്മുടെ ATM കാർഡുകളൊക്കെ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ, ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ UPI ഇടപാടുകൾ വഴി നടത്തുമ്പോൾ ബാങ്കുകളും പേയ്മെൻറ്റ് കമ്പനികളും നൽകുന്ന സേവനത്തിന് വ്യാപാരികളിൽ നിന്ന് ഈടാക്കുന്ന ഫീസിനെയാണ് ഈ MDR എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഇത് സൗജന്യമായിരുന്നു. ഇനി തൊട്ട് അതിന് ഫീസ് ഈടാക്കാനായിട്ടാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു ആശങ്ക ഇപ്പോൾ വരുന്നത് ഇത് UPI എന്ന് പറയുന്നത് സാധാരണക്കാരെല്ലാവരും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവരെ ഇത് ബാധിക്കുമോ, അവർക്കും ഈ നികുതി കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പക്ഷേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംശയമില്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് സാധാരണ ഉപഭോക്താക്കളെ ബാധിക്കത്തില്ല. പക്ഷെ ബാധിക്കുന്നത് ആർക്കാണ്? വൻകിട വ്യാപാരികൾക്കാണ്. ഒരു വർഷം 1.5 കോടി രൂപയ്ക്ക് മുകളിൽ ബിസിനസ് നടത്തുന്ന വൻകിട വ്യാപാരികളിൽ നിന്ന് മാത്രമാണ് ഈ തുക ഈടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതും 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഇതിൻ്റെ നിരക്ക് എന്ന് പറയുന്നത് 0.25% മുതൽ 0.5% വരെ, 0.25% മുതൽ 0.5% വരെ MDR ഈടാക്കാനാണ് നിലവിൽ സർക്കാർ ആലോചിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപഭോക്താവിൻ്റെ ബാങ്കിനും ഈ MDR ഈടാക്കുന്നത് തുക ഏതായാലും പിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പിരിക്കുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിൻ്റെ ഗുണഫലം കിട്ടുന്നത് ഒന്ന് ഉപഭോക്താവിൻ്റെ ബാങ്കിനും വ്യാപാരിയുടെ ബാങ്കിനും, കൂടാതെ റൂപേ, മാസ്റ്റർ കാർഡ്, വിസ തുടങ്ങിയ പേയ്മെൻറ്റ് നെറ്റ്വർക്കുകൾക്ക് ഇതിൻ്റെ ഒരു വീതം കിട്ടും. പിന്നെ സ്വൈപ്പിംഗ് മെഷീൻ നൽകുന്ന കമ്പനികളുണ്ടല്ലോ, നമ്മൾ QR കോഡ് ചെയ്യുമ്പോൾ കാണുന്ന മെഷീനുകൾ, അതൊന്നെങ്കിൽ ഗൂഗിൾ പേയുടെയോ ഫോൺ പേയുടെയോ അതൊക്കെ ആയിരിക്കും. അപ്പോൾ ആ കമ്പനികൾക്കും ഈ ഈടാക്കുന്ന MDRൻ്റെ ഒരു വീതം കിട്ടും. ഇപ്പം നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2000 രൂപ വരെ താഴെയുള്ളതിനൊന്നും നിരക്കില്ല, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇത് ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല എന്ന് വെച്ച് ഇതിന് ചിലവില്ല എന്നല്ല അർത്ഥം. പക്ഷേ ആ ചിലവ് ബാങ്കുകൾക്ക് കേന്ദ്ര സർക്കാർ സബ്സിഡി ആയിട്ടാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനും ചിലവുണ്ട്. അത് നമ്മുടെ സർക്കാർ ബാങ്കുകൾക്ക് നേരിട്ട് കൊടുക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഈ പറയുന്ന MDR കളക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, 0.5% മുതൽ 0.5% വരെ. അതിന് GST ഉണ്ട് കേട്ടോ. 18% GST ആണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യാപാരിയിൽ നിന്ന് ബാങ്ക് ഒരു 100 രൂപ MDR ആയിട്ട് കളക്ട് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ അതിന് 18% GSTയും കൂടി ചേർത്ത് ആ 100 രൂപയ്ക്ക് പകരം 118 രൂപ ആ വ്യാപാരി ആ ബാങ്കിന് നൽകേണ്ടി വരും എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ പ്രതിമാസം എന്തുകൊണ്ട് രാജ്യത്ത് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിമാസം ശതകോടിക്കണക്കിന് രൂപയുടെ UPI ഇടപാടാണ് രാജ്യത്ത് നടക്കുന്നത്. പക്ഷേ ഇതിനൊന്നും ആർക്കും ഒരു പ്രയോജനവും കിട്ടുന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ സേവനം നൽകുന്ന ആൾക്കാർക്ക് അന്നും പ്രത്യേകിച്ച് അതുകൊണ്ടുള്ള യാതൊരു പ്രയോജനവുമില്ല. നാട്ടുകാർക്ക് പ്രയോജനമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്ക് പ്രകാരം, അതായത് ഈ ജൂലൈ മാസത്തെ കണക്ക് പ്രകാരം ഒരൊറ്റ മാസത്തിൽ മാത്രം 2366 കോടി രൂപയുടെ UPI ഇടപാടുകളാണ് രാജ്യത്ത് നടന്നത്. ഇനി ജൂലൈ മാസത്തിൽ നടന്ന ആകെ ഇടപാടുകളുടെ തുക നോക്കുമ്പോൾ 29.88 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ഇത്രയും ഭീമമായൊരു ഇടപാട് നടക്കുമ്പോൾ അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നവർ വെറും കാഴ്ചക്കാരായി നിൽക്കുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ, അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നിരക്കിൽ ഈ ഒരു സേവന ഫീസ് ഈടാക്കുന്നത്. ഇനി ഒരു ദിവസത്തെ ഒരു ശരാശരി നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ശരാശരി 76 കോടിയിലധികം UPI ഇടപാടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ദിവസേന ഇനി എമൗണ്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ശരാശരി
96,383 കോടി രൂപയാണ്. എന്നാൽ നിലവിൽ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഗൂഗിൾ പേയോ ബാങ്കോ ഫോൺ പേയോ ഇതിനൊന്നും യാതൊരു വരുമാനവും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വ്യവസായ മേഖലയ്ക്ക് നിലനിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ചെറിയ ഒരു സേവന ഫീസ് അല്ലെങ്കിൽ ഒരു നികുതി ഏർപ്പെടുത്താനായിട്ട് ഇപ്പോൾ പദ്ധതി ഇട്ടേക്കുന്നത്. അതിൻ്റെ കാരണം ഈ UPI ഇടപാടുകളുടെ എണ്ണം കുതിച്ചു കയറുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ബാങ്കുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സെർവറുകളൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി വലിയ സാമ്പത്തിക ചെലവും വലിയ മുതൽ മുടക്കുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പണം എങ്ങനെ കണ്ടെത്തും? കൂടാതെ ഈ UPI ഇടപാടുകളിൽ സൈബർ തട്ടിപ്പുകൾക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, നിരവധി നടക്കുന്നുണ്ട് താനും. അപ്പോൾ അതിനുവേണ്ടി സുരക്ഷ ശക്തമാക്കാനും വലിയ നിക്ഷേപം ആവശ്യമാണ്. ഇപ്പോൾ MDR വഴി ലഭിക്കുന്ന തുകയുടെ ഒരു വീതം ഉപയോഗിച്ച് ഇത്തരം സാങ്കേതിക സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ ഈ UPI സേവനങ്ങൾ കിട്ടാത്ത ചില ഗ്രാമീണ മേഖലകളുണ്ട്, ചില മേഖലകളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നതിനും വലിയ പണച്ചെലവ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പണം നമ്മളുടെ കയ്യിൽ നിന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരികളുടെ കയ്യിൽ നിന്നൊക്കെ പണം ഈടാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തുനിയുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അണിയറ നാടകവും കൂടി നമുക്ക് പറഞ്ഞു വെക്കാം. ഈ വിസ, മാസ്റ്റർ കാർഡ് തുടങ്ങിയ വിദേശ പേയ്മെൻറ്റ് കമ്പനികൾ ഇന്ത്യയുടെ സീറോ MDR നയം തങ്ങൾക്ക് വിപണിയിൽ തുല്യ അവസരം നൽകുന്നില്ലെന്ന് കാണിച്ച് US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് ഒരു പരാതി നൽകിയിരുന്നു. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങളിൽ ഒന്ന്. നമുക്കറിയാമല്ലോ, ഒരു കാലത്ത് നമ്മുടെ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയുള്ളവരൊക്കെ ഈ വിസയുടെയും മാസ്റ്റർ കാർഡിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിന്ന് പരസ്യങ്ങൾ നൽകിയത് ഓർക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ഒരു കാലത്ത് ഇവരായിരുന്നു നമ്മുടെ ഈ ഡിജിറ്റൽ ഇടപാടുകളിലെ മുടിചൂടാ മന്നന്മാർ. പക്ഷേ അവർക്കിപ്പോൾ വലിയ അവസരമൊന്നുമില്ല. കാരണം ഇന്ത്യയിൽ UPI ഇടപാടുകൾ സാർവത്രികമായതോടുകൂടി ഇവരിപ്പോൾ ഒരു സൈഡിലായിപ്പോയി. അപ്പോൾ അത് ഞങ്ങൾക്ക് പരിഹരിച്ച് കിട്ടണമെന്നും പറഞ്ഞിട്ട് ഇവർ നേരെ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് ഒരു പരാതി കൊടുത്തു. കാരണം ഇന്ത്യയും അമേരിക്കയുമായിട്ടൊരു വ്യാപാര കരാർ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്, അപ്പം ഞങ്ങളുടെ കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ എന്നും പറഞ്ഞിട്ട് ഇവർ ഒരു പരാതിയായിട്ട് ചെന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ മറ്റ് സാധ്യതകളെന്ന് നോക്കാം. വിസ, മാസ്റ്റർ കാർഡ് എന്നിവ ആഗോളതലത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ 2 അമേരിക്കൻ കമ്പനികളാണ്. അപ്പോൾ ഇവയോട് മത്സരിക്കാനും ഇന്ത്യയുടെ സ്വന്തം പേയ്മെൻറ്റ് ശൃംഖല വികസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ത്യ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ അഥവാ NPCI, അതിനെ നമ്മൾ ചുരുക്കപ്പേര് രൂപേ എന്ന് വിളിക്കും. നമ്മൾ ATMകളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള നമ്മുടെ ATM കാർഡുകളൊക്കെ നോക്കുമ്പോൾ അതിലിങ്ങനെ രൂപേ എന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഉദ്ദേശിച്ച് ഇവന്മാർക്കിട്ട് നല്ല പണി കൊടുക്കാൻ വേണ്ടിയാണ്. ഈ മാസ്റ്റർ കാർഡിനും വിസയ്ക്കിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയൊരു സംവിധാനമാണ്. 1980കളുടെ അവസാനത്തിലാണ് ഈ മാസ്റ്റർ കാർഡും അതേപോലെ വിസയും ഒക്കെ നമ്മുടെ നാട്ടിലോട്ട് വന്നത്. 1988 വിജയ് ബാങ്കുമായിട്ട് ചേർന്നാണ് മാസ്റ്റർ കാർഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. 80കളിൽ തന്നെ വിസയും ഇന്ത്യൻ വിപണിയിൽ എത്തിയിരുന്നു. പിന്നീട് 90കളിൽ ഇന്ത്യ സാമ്പത്തിക ഉദാരവൽക്കരണം നടപ്പിലാക്കിയ ഒരു സമയം, ആഗോളവൽക്കരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ആ സമയത്താണ് ഈ വിസയും മാസ്റ്റർ കാർഡും നമ്മുടെ ബാങ്കിങ് മേഖലയിൽ ഒരു പരിപൂർണ ആധിപത്യം സ്ഥാപിക്കുന്നത്. കൂടാതെ ഈ നമ്മുടെ കയ്യിൽ ആദ്യകാലങ്ങളിൽ വന്ന ATM കാർഡുകൾ പരിശോധിച്ചാൽ അത് പിന്തുണയ്ക്കുന്ന സംവിധാനങ്ങൾ ഒന്നെങ്കിൽ വിസയോ മാസ്റ്റർ കാർഡോ ആയിരിക്കാം. ഇപ്പോഴാണ് അതിൻ്റെ സ്ഥാനത്ത് റൂപേ ഒക്കെ വന്നത്. അപ്പോൾ സ്മാർട്ട് ചിപ്പുകളുള്ള ക്രെഡിറ്റ് കാർഡുകൾ 1990കളുടെ അവസാനത്തിൽ എത്തിയതോടുകൂടി ഇവർ ഇന്ത്യയിൽ വലിയ ജനപ്രിയരായി എന്നുള്ളതുകൂടി മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ 3 പതിറ്റാണ്ടായിട്ട് ഇന്ത്യയിലെ ഡിജിറ്റൽ കാർഡ് വിപണിയിലെ സിംഹഭാഗവും നിയന്ത്രിച്ചിരുന്ന ഈ 2 കമ്പനികളാണ്. 2019 വരെ ഇന്ത്യയിലെ ആകെ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളുടെ 95% ഈ പറയുന്ന വിസയും മാസ്റ്റർ കാർഡും ശൃംഖല വഴിയാണ് നടന്നിരുന്നത്. ഇന്ത്യയുടെ സ്വന്തം പേയ്മെൻറ്റ് സംവിധാനങ്ങളായ UPI, റൂപേ എന്നിവയുടെ ശക്തമായ വളർച്ചയ്ക്ക് ശേഷവും ക്രെഡിറ്റ് കാർഡ് വിപണിയിൽ ഇവരിപ്പോഴും ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ മുൻകൂർ പണം കൊടുക്കുക, പിന്നീട് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഇപ്പോഴും അവർ നിലനിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് വിപണിയിൽ വിസയ്ക്ക് 43.5% വിപണി വിഹിതമുണ്ട്. വിസയും മാസ്റ്റർ കാർഡും മറ്റ് വിദേശ ക്രെഡിറ്റ് കാർഡുകളും ചേർന്ന് നമ്മുടെ ഇടപാടുകളുടെ ഏകദേശം 62% ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ കാർഡ് പണമിടപാട് വിപണിയിൽ ഏകദേശം 85 ലക്ഷം കോടി രൂപ മൂല്യമുള്ളതാണ്. ഇതിൻ്റെ വലിയൊരു പങ്ക് ബിസിനസ്സും വിസയും മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കും വഴിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഡെബിറ്റ് കാർഡുകളുടെയും ചെറുകിട ഇടപാടുകളുടെയും മേഖലയിൽ ഇന്ത്യയുടെ റൂപേ കാർഡുകൾ വലിയ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു.
പുതിയ കാർഡുകളിൽ ഇപ്പോൾ 50%-ലധികം റൂപേ കാർഡുകളാണ്. പഴയ ATM കാർഡുകളിൽ പരതിയാൽ മാത്രമേ നമുക്കിപ്പോൾ അതിൽ വിസയും മാസ്റ്റർ കാർഡും ഒക്കെ എഴുതിയത് ഇപ്പോൾ കാണാൻ സാധിക്കുള്ളൂ. ഏതാണ്ട് പകുതിയിലധികവും റൂപേ സംവിധാനത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. റൂപേ ക്രെഡിറ്റ് കാർഡുകൾ UPIയുമായി ബന്ധിപ്പിക്കാൻ അനുവാദമുള്ളപ്പോൾ ഈ വിസയും മാസ്റ്റർ കാർഡിനും ഇന്ത്യയിലെ മുൻപത്തെ പോലെ കുത്തക നിലനിർത്താൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. കാരണം സാധാരണക്കാർ റൂപേ സംവിധാനം അല്ലെങ്കിൽ UPI സംവിധാനം ഉപയോഗിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഈ മാസ്റ്റർ കാർഡിനും അല്ലെങ്കിൽ വിസയ്ക്കും UPI സംവിധാനമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ UPI, റൂപേ എന്നിവയുടെ കുതിച്ചുചാട്ടം ഉണ്ടായതോടുകൂടി വിസയ്ക്കും മാസ്റ്റർ കാർഡ് കമ്പനികൾക്കും പ്രതിവർഷം ഏകദേശം 8,300 കോടി മുതൽ 12,500 കോടി രൂപ വരെയുള്ള നെറ്റ്വർക്ക് ഫീസ് ഇനത്തിൽ ബിസിനസ് നഷ്ടം ഉണ്ടായതായിട്ടാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2016 മുൻപ് ഇന്ത്യയിലെ ഡിജിറ്റൽ പണമിടപാടുകളുടെ 76%-ലധികവും നിയന്ത്രിച്ചിരുന്നത് വിസയും മാസ്റ്റർ കാർഡുമായിരുന്നു. ഇന്ത്യയിലെ ആകെ ഡിജിറ്റൽ ഇടപാടുകളുടെ എണ്ണത്തിൽ 85%-ലധികവും ഇപ്പോൾ UPI ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മുടെ വിസയുടെയും മാസ്റ്റർ കാർഡിൻ്റെയും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളുടെ വിപണി വിഹിതവും കുത്തനെ ഇടിയുകയും ചെയ്തു. ഡിജിറ്റൽ പേയ്മെൻറ്റ് രംഗത്ത് ക്രെഡിറ്റ് കാർഡുകളുടെ വിപണി വിഹിതം 2018-ൽ 43% 2024 ആയപ്പോഴേക്കും അത് ഏതാണ്ട് പകുതിയോളം 21% കുറഞ്ഞു. 2022 മുതൽ ഇന്ത്യയിൽ റൂപേ ക്രെഡിറ്റ് കാർഡുകൾക്ക് മാത്രമാണ് UPIയുമായി ബന്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് അനുമതിയുള്ളത്. വിസ, മാസ്റ്റർ കാർഡ് എന്നിവയ്ക്ക് UPIയിൽ അല്ലെങ്കിൽ ഈ ഒരു സൗകര്യമില്ല. അപ്പോൾ ഇത് കാരണം എന്ത് പറ്റി? പുതിയതായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവരിൽ ഭൂരിഭാഗവും റൂപേ കാർഡുകൾ തിരഞ്ഞെടുക്കാനും തുടങ്ങി. അപ്പോൾ നിലവിൽ പുതിയതായി ഇറങ്ങുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ പകുതിയോളവും ഇപ്പോൾ റൂപേയുമാണ്. വിസയ്ക്കും മാസ്റ്റർ കാർഡിനും വലിയ വരുമാനം നൽകിയിരുന്ന ഒന്നായിരുന്നു നമ്മുടെ ഡെബിറ്റ് കാർഡുകൾ, നമ്മുടെ പഴയ ATM കാർഡുകൾ. കാരണം നമ്മൾ പണ്ട് കാലത്ത് ഈ സ്കാൻ ചെയ്യുന്നതിന് പകരം നമ്മുടെ ATM കാർഡുകൾ ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ UPI വന്നതോടുകൂടി ആളുകൾ എന്ത് ചെയ്തു? ഈ സ്വൈപ്പ് ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തി. പകരം QR കോഡ് സ്കാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി? ഡെബിറ്റ് കാർഡ് വഴിയുള്ള ഇടപാടുകൾ, അതായത് നമ്മുടെ പഴയ ATM കാർഡ് വഴിയുള്ള ഇടപാടുകൾ 55%-ലധികം കുറഞ്ഞു. നിലവിൽ ഡെബിറ്റ് കാർഡുകൾ ATMിൽ നിന്ന് പണം പിൻവലിക്കുന്നതിൻ്റെ അളവും വളരെ കുറവാണ്. അപ്പോൾ അതോടുകൂടി വിസയ്ക്കും മാസ്റ്റർ കാർഡിനും ഓരോ ഇടപാടിനും വ്യാപാരികളിൽ നിന്ന് 1.5% മുതൽ 3% വരെ ഉയർന്ന ഫീസ് ഈടാക്കിയിരുന്നു. അത് ഏതാണ്ട് തീരുമാനവുമായി. എന്നാൽ UPI ഇടപാടുകൾ പൂർണ്ണമായും സൗജന്യമാക്കിയതോടെ ഈ കമ്പനികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ വരുമാനം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഇവർ ഈ പരാതിയും വേവലാതിയുമായിട്ട് അമേരിക്കയിൽ അല്ലെങ്കിൽ അവരുടെ ട്രേഡ് എഗ്രിമെൻ്റ് ചർച്ച ചെയ്യുന്ന ആൾക്കാരെ പോയി കണ്ടത്. 2026 മാർച്ചിൽ പുറത്തിറക്കിയ ആഗോള വ്യാപാര തടസ്സങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഇപ്പോൾ അമേരിക്ക ഈ പറയുന്ന സംഗതി വിസയ്ക്കും മാസ്റ്റർ കാർഡിനും ഇന്ത്യയിൽ തുല്യ അവസരമല്ല കിട്ടുന്നത് എന്നുള്ളൊരു സംഗതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ട് വ്യാപാരം നടത്താനുള്ള തടസ്സങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു സംവിധാനവും അവർ എഴുതി ചേർത്തിട്ടുണ്ട്. ഈ ഫോൺ പേ, ഗൂഗിൾ പേ എന്നിവ വഴിയാണല്ലോ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ UPI ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ഇടപാടുകളുടെ 80% ഈ രണ്ട് സംവിധാനങ്ങൾ വഴിയാണ്. പക്ഷേ നമ്മുടെ ഒരു പൊതു നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു സംവിധാനത്തിന് 30%-ലധികം അവസരം കിട്ടാൻ പാടില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇതിനെതിരെയും അമേരിക്ക വലിയ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിക്കല്ല ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതും തന്നെ കിട്ടണം എന്നുള്ളത് കൂടി തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ ആരോപണം. എന്നാലും ഈ അമേരിക്കയുടെ ഈ ഒരു നിലപാട് കൊണ്ടാണ് നമ്മൾ ഈ UPI ഇടപാടുകൾക്ക് നികുതി ഏർപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളൊരു വ്യാഖ്യാനങ്ങൾ വന്ന അടിസ്ഥാനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇതിലൊരു വിശദീകരണം ഇപ്പം നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ആരോപണം പൂർണ്ണമായും തെറ്റാണ്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടല്ല നമ്മൾ ഒരു നികുതി ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. പകരം അടിസ്ഥാന സൗകര്യങ്ങൾ, UPI ഇടപാടുകൾ കുറെ കൂടി സുതാര്യമാക്കാനും കുറെ കൂടി സാർവത്രികമാക്കാനും വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഇടപാടുകൾ കുറെ കൂടി ലാഭകരമാക്കി ആ സംവിധാനത്തെ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടി തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിരക്ക് ഈടാക്കുന്നതാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ഇടപാടുകൾ അല്ലെങ്കിൽ ഈ സേവനങ്ങൾ പൂർണ്ണമായിട്ട് സൗജന്യമായി തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്.